ഷിക്കാഗോ പെന്റക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി മീഡിയ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന വീക്കിലി റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 26 വെള്ളിയാഴ്ച വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. പാസ്റ്റർ MV ജോർജ് നിത്യതയിൽ പ്രവേശിച്ചു. കഴിഞ്ഞ അരനൂറ്റാണ്ടുകാലം ഷിക്കാഗോയിലെ വിവിധ പ്രവർത്തനങ്ങളിൽ, സുശേഷ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന പാസ്റ്റർ MV ജോർജ് കഴിഞ്ഞ ദിവസം നിത്യത്തിലേക്ക് പ്രവേശിച്ചു. 78 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. കേരളത്തിൽ പത്തനംതിട്ടയിൽ കടമ്പനിട്ട സ്വദേശിയായ അദ്ദേഹം അമേരിക്കയിലെ വിവിധ ഓൺലൈൻ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ വളരെ സജീവമായിരുന്നു. പ്രത്യേകിച്ച് കോവിഡ് കാലത്തിലും അതിന് കാലശേഷവും നിരവധി ഓൺലൈൻ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വിവിധ ഗ്രൂപ്പുകളിൽ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ പങ്കെടുക്കുകയും ദൈവജനം ശുശ്രൂഷയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഷിക്കാഗോ പെന്റക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിക്കുള്ള ദുഃഖം ഞാൻ ഈ സമയം രേഖപ്പെടുത്തുന്നു. സിസ്റ്റർ ജെസ്സിയാണ് ഭാര്യ. അദ്ദേഹത്തിന്റെ ശവസംസ്കാര ശുശ്രൂഷകൾ ഈ ഞായറാഴ്ച വൈകിട്ട് 4 മണി മുതൽ 8 മണി വരെ നൈൽസുള്ള കൊണോളിയൽ ഫ്യൂണറൽ ഹോമിൽ വെച്ച് മെമ്മോറിയൽ സർവീസും തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ ശവസംസ്കാര ശുശ്രൂഷകളും നടത്തപ്പെടുന്നതാണ്. പാസ്റ്റർ ജോസഫ് കെ ജോസഫ് ശവസംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. കഴിഞ്ഞ ദിവസം നിത്യത്തിലേക്ക് പ്രവേശിച്ച പാസ്റ്റർ ബെൻ കോശിയുടെ ശവസംസ്കാര ശുശ്രൂഷകൾ ഇന്ന് വൈകിട്ട് ആരംഭിക്കും. ഇന്ന് വെള്ളിയാഴ്ച വൈകിട്ട് 4:30 മണിയോടുകൂടെ മൃതശരീരം IPC ഷിക്കാഗോ സഭാ ഹാളിൽ എത്തിച്ചേരുന്നതാണ്. കുടുംബാംഗങ്ങളും അദ്ദേഹം അവസാനമായി ജോലി ചെയ്ത ലാബ്കോർപ്പ് മെഡിക്കൽ ലാബിന്റെ ജീവനക്കാർക്കും അന്ത്യോപചാരം അർപ്പിക്കാനുള്ള സമയമാണ് 4:30 മണി മുതൽ 5 മണി വരെ. വീണ്ടും 6 മണി മുതൽ വീണ്ടും പൊതുജനങ്ങൾക്ക് വേണ്ടി പൊതുദർശനത്തിന് അവസരം ഉണ്ടായിരിക്കുന്നതാണ്. 6 മണി മുതൽ 8:30 മണി വരെയാണ് അതിനുള്ള ആ സമയം വേർതിരിച്ചിരിക്കുന്നത് IPC ഷിക്കാഗോ സഭാ മന്ദിരത്തിൽ. ശനിയാഴ്ച രാവിലെ 9:30 മണിയോടുകൂടെ വീണ്ടും IPC ഷിക്കാഗോ സഭയിൽ ആരംഭിക്കുന്ന അന്തിമഘട്ട ശുശ്രൂഷയ്ക്ക് ശേഷം 11:30 മണിയോടെ മൃതശരീരം സെമിത്തേരിയിലേക്ക് മാറ്റുമെന്നാണ് വിവിധ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നതായി IPC ഷിക്കാഗോ സഭയുടെ സീനിയർ പാസ്റ്റർ ഡോക്ടർ ടൈറ്റസ് സീപ്പൻ അറിയിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിത്യത്തിലേക്ക് പ്രവേശിച്ച കുടുംബാംഗങ്ങൾക്ക് ദുഃഖത്തിൽ ഞങ്ങൾ വീണ്ടും പങ്കുചേരുന്നു. പ്രത്യാശ ദൈവം നൽകി തരട്ടെ എന്ന് വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗോസ്പൽ വിറ്റ്നസ് ഫോർ ഇന്ത്യയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 25 വർഷം പൂർത്തിയാകുന്നതിന്റെ സ്തോത്ര ശുശ്രൂഷ സമ്മേളനം മുൻ നിശ്ചയിച്ച പ്രകാരം നാളെ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 മണി മുതൽ 3:30 മണി വരെ നൈൽസിലുള്ള ഗോൾഫ് മെയിൻ പാർക്ക് ലിസ്റ്റിൽ വെച്ച് നടക്കുന്നതാണെന്ന് സംഘടനയുടെ പ്രസിഡന്റ് പാസ്റ്റർ ബാബച്ചൻ ബെതേൽ അറിയിക്കുന്നു. IPC ഹെബ്രോൺ സഭയുടെ ആനുവൽ കൺവെൻഷൻ നാളെ ശനിയാഴ്ചയും ഞായറാഴ്ചയും വൈകിട്ട് 6:30 മണി മുതൽ സഭാ ഹാളിൽ വെച്ച് നടത്തുന്നതാണെന്ന് സഭയുടെ സീനിയർ പാസ്റ്റർ PC മാമൻ അറിയിക്കുന്നു. പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസൻ പള്ളിപ്പാട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നതാണ്. എബനേസർ പെന്റക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡിന്റെ ആഭിമുഖ്യത്തിൽ നടത്താനിരുന്ന സ്പെഷ്യൽ മീറ്റിംഗിൽ ഇന്ന് നടത്താനിരുന്ന മീറ്റിംഗ് ക്യാൻസൽ ചെയ്തതായി സഭാ ഭാരവാഹികൾ അറിയിച്ചു. എന്നാൽ നാളെ വൈകിട്ട് 6:30 മണിക്ക് സഭയിൽ വെച്ച് പ്രത്യേക സമ്മേളനം ഉണ്ടായിരിക്കും. പാസ്റ്റർ ബെൻസൺ മത്തായി നാളെ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുന്നതാണ്. ഗിൽഗാൽ പെന്റക്കോസ്റ്റൽ ചർച്ചും ഫിലദൽഫിയ ചർച്ചും സംയുക്തമായി ഒരു പ്രത്യേക മീറ്റിംഗ് സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് മാസം 2-3 തീയതികളിൽ ഈ സമ്മേളനത്തിൽ ഡോക്ടർ VJ സാമുൽകുട്ടി ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നു. 2-ാം തീയതി ഓൺലൈനിലും 3-ാം തീയതി ഗിൽഗാൽ പെന്റക്കോസ്റ്റൽ അസംബ്ലിയിൽ വെച്ചുമാണ് ഈ മീറ്റിംഗ് നടത്തപ്പെടുന്നത്. IPC ഹെബ്രോൺ സഭയുടെ യൂത്ത് കൺവെൻഷൻ ഓഗസ്റ്റ് മാസം 2-3 തീയതികളിൽ സഭാ ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു. പാസ്റ്റർ ഡാനി ഡേവിഡ് അല്ലാൻഡ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നു. ഇന്റർനാഷണൽ ക്രിസ്ത്യൻ അസംബ്ലിയുടെ സെലിബ്രേഷൻ ചർച്ച ആരംഭിച്ചിട്ട് 50 വർഷം പൂർത്തിയാകുന്നതിന്റെ സ്തോത്ര ശുശ്രൂഷ സമ്മേളനങ്ങൾ ഓഗസ്റ്റ് മാസം 17-ാം തീയതി 4:30 മണി മുതൽ ആരംഭിക്കുമെന്ന് സഭയുടെ സെക്രട്ടറി ബ്രദർ വർഗീസ് സാമുവൽ അറിയിക്കുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഫാമിലി കോൺഫറൻസ് ഓൾ അമേരിക്കൻ ഫാമിലി കോൺഫറൻസ് ഓഗസ്റ്റ് 1 മുതൽ 4 വരെ ന്യൂയോർക്കിൽ വെച്ചും IPC ദേശീയ ഫാമിലി കോൺഫറൻസ് ഓഗസ്റ്റ് മാസം 8 മുതൽ 11-ാം തീയതി വരെ ബോസ്റ്റണിൽ വെച്ചും നടക്കുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു. CCFന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ ആനുവൽ കോൺഫറൻസും സംയുക്ത ആരാധനയും അനുഗ്രഹമായി നടന്നു. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന സംയുക്ത ആരാധനയിൽ സിറ്റിയിലെ വിവിധ സഭകളിൽ നിന്നായി 100 കണക്കിന് ആൾക്കാർ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിച്ചു. പാസ്റ്റർ ജിജു ഉമ്മൻ സഭായോഗത്തിന് നേതൃത്വം നൽകി. CCFന്റെ പ്രസിഡന്റ് ഡോക്ടർ
വിൽസൺ ഏബ്രഹാം സങ്കീർത്തന ധ്യാനം നടത്തി. പാസ്റ്റർ ഡോക്ടർ ടൈറ്റസ് ഈപ്പൻ തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സിറ്റിയിൽ നിന്ന് ദൈവസേനയിലേക്ക് ചേർക്കപ്പെട്ട പാസ്റ്റർ ബെൻ കോശി, പാസ്റ്റർ MV ജോർജ് എന്നിവരുടെ ദേഹവിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട്, ദുഃഖവും പ്രത്യാശയും രേഖപ്പെടുത്തിക്കൊണ്ട് നിരവധി ആളുകൾ നമ്മളുമായിട്ട് ബന്ധപ്പെടുകയുണ്ടായി. അവർക്ക് എല്ലാവരുടെയും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. സെലിബ്രേഷൻ ചർച്ച് ICAG സഭയുടെ സീനിയർ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ, സാബു, സെക്രട്ടറി വർഗീസ് സാമുവൽ എന്നിവരുടെ അനുശോചനം നമ്മുടെ ഈ മീഡിയയിലൂടെ അറിയിക്കുകയുണ്ടായി. FECCക്ക് വേണ്ടി പാസ്റ്റർ വില്ലി എബ്രഹാം, IPC ശാലേം സഭയ്ക്ക് വേണ്ടി പാസ്റ്റർ CC കുറിയാക്കോസ്, സയോൺ ക്രിസ്ത്യൻ ചർച്ചിന് വേണ്ടി പാസ്റ്റർ സണ്ണി മാത്യു, പാസ്റ്റർ ജോൺ കുര്യൻ ഹൂസ്റ്റൺ, പാസ്റ്റർ ഫിന്നി ആലിമുട്ടിൽ ഹൂസ്റ്റൺ, ഡോക്ടർ സജി ലുക്കോസ്, ഹിസ് വോയിസ് ഷിക്കാഗോ എന്ന സംഗീത ഗ്രൂപ്പിന് വേണ്ടി ബ്രദർ റോണി ആൻഡ് ഷൈനി, ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് വേണ്ടി പാസ്റ്റർ MB ജോർജ് കുട്ടി, ലോഗോസ് മിനിസ്ട്രിക്ക് വേണ്ടി പാസ്റ്റർ ജോൺസൺ ഫിലിപ്പ്, പാസ്റ്റർ അനീഷ് ജോൺ ഷിക്കാഗോ പ്രയർ ലൈനിനു വേണ്ടി, ഷിക്കാഗോ റിവൈവൽ ടീമിനു വേണ്ടി പാസ്റ്റർ ആൻഡ്രൂസ് K ജോർജ്, ജോയൽ ഷാജി, ബ്രദർ സ്റ്റെഫിൻ ജോർജ്, മരണത പ്രയർ ഫെലോഷിപ്പിന് വേണ്ടി ബ്രദർ തമ്പി തോമസ്, പാസ്റ്റർ ബൈജു മാത്യു ഫ്ലോറിഡ, IPC എബനസർ കല്ലിശ്ശേരി, ബ്രദർ പാസ്റ്റർ ബാബുച്ചൻ ബദേൽ, ഗോസ്പൽ വിറ്റ്നസ് ഫോർ ഇന്ത്യക്ക് വേണ്ടി പാസ്റ്റർ ബാബുച്ചൻ ബദേൽ, ശ്രീ ലൂയി ഷിക്കാഗോ, IPC ഹെബ്രോൻ സഭയുടെ സീനിയർ പാസ്റ്റർ പാസ്റ്റർ PC മാമൻ, IPA സീനിയർ പാസ്റ്റർ പാസ്റ്റർ ജോസഫ് K ജോസഫ്, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ മുൻ ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ ജേക്കബ് ജോൺ, പാസ്റ്റർ ബെൻ കോശിയുടെ നിര്യാണത്തിൽ ദുഃഖവും പ്രത്യാശയും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റർ സാംകുട്ടി മത്തായി, പാസ്റ്റർ ബെൻ കോശിയുടെയും പാസ്റ്റർ MB ജോർജിന്റെയും നിര്യാണത്തിൽ അദ്ദേഹത്തിനുള്ള ദുഃഖവും പ്രത്യാശയും വിവിധ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുന്നു. വളരെ തിരക്കുള്ള ഒരു വീക്കെൻഡാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്നാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അടുത്ത വെള്ളിയാഴ്ച നാം വീണ്ടും കണ്ടുമുട്ടും വരെ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന പ്രത്യാശയോടെ ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു.